ആയിരക്കണക്കിന് ബോംബുകളും മിസൈലുകളും ഉൾപ്പെടെ $7 ബില്യൺ മൂല്യമുള്ള സൈനിക വിൽപ്പനയ്ക്ക് ഇസ്രയേലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ കരാറും നിലനിൽക്കുമ്പോഴാണ് അമേരിക്കയുടെ ഏറ്റവും പുതിയ നടപടിയെന്നത്. ഡിഫൻസ് സെക്യൂരിറ്റി കോ ഓപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് $6.75 ബില്യൺ യുദ്ധ ഉപകരണങ്ങൾ, മാർഗനിർദ്ദേശ കിറ്റുകൾ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ ഇസ്രയേലിന് കൈമാറുന്നതാണ് അമേരിക്കൻ പ്രതിരോധ കാര്യാലയം നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അംഗീകൃത വിൽപ്പന പാക്കേജിന് ഏകദേശം $6.75 ബില്യൺ വില വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ യുദ്ധോപകരണങ്ങൾ, ഗൈഡൻസ് കിറ്റുകൾ, ഫ്യൂസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് കമ്പനിയുടെയും വാണിജ്യ ജെറ്റ് ലൈനറുകളുടെയും പ്രതിരോധ ബഹിരാകാശ സുരക്ഷാ സംവിധാനങ്ങളുടെയും മുൻനിര നിർമ്മാതാവുമായ ബോയിങ് കമ്പനിയും ലോക്ഹീഡ് മാർട്ടിനും ഇതിലെ പ്രധാന കരാറുകാരാണ്. ഇസ്രയേലിലുള്ള രണ്ടാമത്തെ ആയുധ പാക്കേജിൽ 3000 ഹെൽഫെയർ മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളും അടങ്ങുന്നുണ്ട്. ഇവയുടെ ചെലവ് ഏകദേശം $660 മില്യൺ. ഈ മിസൈലുകളുടെ വിതരണം 2028 നടക്കുമെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിന്റെ ആയുധ ശേഖരം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ ശ്രമത്തിലെ മറ്റൊരു ചുവടുവയ്പ്പാണ് ഈ വിൽപ്പന എന്നതും യാഥാർത്ഥ്യമാണ്. വെടിനിർത്തലിനിടയിലും കിഴക്കൻ ലെബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. കിഴക്കൻ ബെക്ക മേഖലയിൽ ജനറ്റ പട്ടണത്തിനടുത്തുള്ള ഷാര പ്രദേശത്തെ ലക്ഷ്യമാക്കി ഫെബ്രുവരി 8 ഒരു ഡ്രോൺ ആക്രമണം നടത്തിയതായി ലെബനന്റെ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഹിസ്ബുള്ള പ്രവർത്തകരാണെന്ന് അവകാശപ്പെടുന്നവരെയാണ് ലക്ഷ്യമാക്കിയതെന്ന് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ സൈന്യം ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു. കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെടുന്നവയ്ക്കെതിരെ ഇസ്രയേൽ സൈനിക നടപടി ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.